അല്ല, ഇപ്പൊ നടന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. അടുത്ത കാലത്ത് ഇവിടെ അടുത്ത കാലത്ത് നടന്ന സംഭവം വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. അത് ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇത്രയും പേര് മരിക്കാനിടയായ ഒരു സാഹചര്യം ഇങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമാണ്. അതോടൊപ്പം തന്നെ അത് വലിയൊരു അപകട സൂചനയുമാണ് നമ്മുടെ സമൂഹത്തിനാകെ നൽകുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് അന്വേഷിക്കാനും ഈ രീതിയിലുള്ള പ്രവണത ഈ പ്രദേശത്ത് വളർത്തുന്ന ഏത് ശക്തിയാണെങ്കിലും ആ ശക്തിക്കെതിരായിട്ട് ശക്തമായ നടപടിയെടുക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു ശക്തമായ അന്വേഷണ സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തുകയാണ്. ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഈ നടന്ന ബോംബ് സ്ഫോടനം മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ മാത്രമല്ല, സമാനമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് 5-6 അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്കിടയിൽ ഏതെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആ സംഭവങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുത്തുകയും അതിന് കാരണക്കാരായ ആളുകളെ കണ്ടുപിടിക്കുകയും ഈ ബോംബ് നിർമ്മാണത്തിൽ താല്പര്യമെടുക്കുന്ന വൈദഗ്ധ്യമുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വളരെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ വളരെ ശക്തമായ കോഴിക്കോട് സിറ്റിയിലും എറണാകുളം ജില്ലയിലുമൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു സ്ഥിരമായ പോലീസ് കൺട്രോൾ റൂം അധിഷ്ഠിതമായ പെട്രോളിംഗ് സംവിധാനം, അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ആംഡ് പോലീസ് ആയിരിക്കുകയില്ല. ഈ പ്രദേശത്ത് നിന്ന് പോലീസുകാർക്ക് ധാരാളം വാഹനങ്ങളും മറ്റും കൊടുത്ത് ഇവിടുത്തെ എല്ലാ പ്രദേശങ്ങളിലും സ്ഥിരമായി പോലീസ് സാധാരണഗതിയിൽ തന്നെ റോഡ് ചുറ്റുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസ് ഓടി വന്ന് പ്രശ്നം അവസാനിക്കുമ്പോൾ 3 ദിവസം കഴിയുന്ന പോകുന്ന രീതിയിലല്ല. അങ്ങനെ ഒരു സംവിധാനം കൂടി ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ADGP ശ്രീ രാജേഷ് ദിവാൻ അതിനുവേണ്ടി ഒരു സ്കീം തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 100-200ഓളം പോലീസുകാരെ ഈ ആയഞ്ചേരി, വില്യാപ്പള്ളി, എടച്ചേരി, കുറ്റ്യാടി, വളയം ഈ പ്രദേശത്തിൻ്റെ ഇടയ്ക്കുള്ള പ്രദേശത്തായിട്ട് പിന്നെ 10-12 മേഖലയിൽ വെച്ച് സ്ഥിരമായ പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയാണ്. അത് ആളുകൾക്കൊരു സുരക്ഷിതാബോധം കൊടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആളുകളോട് ഞങ്ങൾ അപ്പീൽ ചെയ്യുകയാണ്, ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ആളുകൾക്ക് ഈ ബോംബ് ഉണ്ടാക്കുന്നവരെല്ലാവരും തന്നെ ഈ ബോംബ് കൊണ്ട് മരിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്ത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോലീസിന് കൊടുക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു പ്രചാരണ പരിപാടിയും ഇവിടെ ജനങ്ങളിൽ നിന്ന് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് സമൂഹത്തിന് ഗുണകരമായൊരു മാറ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഈ സ്ഥിതിവിശേഷം തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ശക്തികളും മറ്റും ഏറ്റെടുക്കുന്നത് തടയുന്നതും അത്യന്താപേക്ഷിതമാണ്. ആ അപകടവും നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ അന്വേഷണമാണ് ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സംഘടനകൾ ഇത് മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ഞങ്ങൾ ചെലുത്തുന്നുണ്ട്. ഈ കേസ് ക്രൈംബ്രാഞ്ചിന്റെ SP ശ്രീ പ്രദീപ് കുമാറാണ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ലോക്കൽ പോലീസിലെ ADGP കൊടുക്കുന്ന അദ്ദേഹം ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അവർ ശക്തമായ അന്വേഷണം നടത്തുകയും ചെയ്യും. വളരെയധികം സംഖ്യാബലമുള്ള ഒരു സ്ക്വാഡായിരിക്കും അന്വേഷണം നടത്തുന്നത്. സമാന സ്വഭാവം അയ്യോ, അതൊക്കെ ഞങ്ങൾ കൊടുത്തു കൊടുത്തോ. ഈ സ്റ്റെപ്പിരുന്നുണ്ടോ? ഏതാ സാർ? അതൊരു അമ്മദിന്റെ വീടാണ്. അമ്മദിന്റെ വീട്. ഇപ്പുറം ഇബ്രാഹിമിന്റെ വീടുണ്ട്.
പിന്നെ ഇവരെ റിലേറ്റീവിന്റെ വീട് നമ്മൾ ആ ഇതിന്റെ അപ്പുറത്ത് മറിയതില്ല. ആ അതാണ് സാർ. ഈ മരിച്ച ആളുകൾ ഇവിടെ മരിച്ചവരുടെ വീട് ഇവിടെ തന്നെയാണ്. ഒരു 100 മീറ്ററിന്റെ 200 മീറ്ററിന്റെ ഉള്ളിൽ ഒരു 4 പേര്. ഒരാളെ വീട് കുറച്ച് അപ്പുറം. ഉടനെ ഇവിടുത്തെ തന്നെ. ആ ഇവിടുത്തെ all the blood is they must have been sitting here. Yes, sitting here. And plaster of what then powder was without blood stain shirt also. One person is told that when he came here, 2 persons were lying there. 2 persons were lying there. 2 persons were lying there. The people who, the persons who transported these people, how did they get the information? On hearing the sound, blasting sound. Sir, ഒരു കാറിന്റെ വീട് അവിടെയാണ് സാർ. ആ വീടാണ് ഇത്. ഈ കാണുന്ന വീടിന്റെ താഴെയുള്ള വീട്. അയാൾ KL-18 ആൾട്ടോ വണ്ടി അയാളുടെ കൈവശമാണ്. സജീർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ മർച്ച വീട്ട് ആൾക്കാരൊക്കെ. അതെ അതെ, അതിന്റെ അടുത്തുള്ള വീട്ടുകാർ. അവർ ശബ്ദം കേട്ട് ഓടി വന്നു. ആ ഒരുപാട് ആൾ വന്നു പറഞ്ഞു. ഒരുപാട് ആൾ വന്നു. സ്പോട്ടിന് ഒരു ചെക്ക് കിട്ടി. ചെക്കും പണവും അന്വേഷണം ഇവിടം വരെ ആയിരുന്നു. ചെക്കും പണവും. പണം പൈസ കിട്ടിയോ? ചെക്കും കിട്ടി. Basically, it was given by one person from 50. And it is related to some vehicle transaction. We are verifying. And Panam, sir, there was a എമൗണ്ട് അന്നത്തെ ഇൻസിഡന്റിൽ ചെതറിയത് സാർ 1740 രൂപയുണ്ട്. ഇവിടുന്ന് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ പോലീസ് ASI എടുത്തതാണ്. ചെക്കും ഇവിടുന്ന് തന്നെ എടുത്തതാണ്. സ്ഥലത്ത് തന്നെ. മൊബൈൽ ഫോൺ കിട്ടി, സിം കിട്ടി. After the incident, they have been taken from this side. Whole person has been evacuated from this side. From this side also, there were many such things. And at that time, promote 1 or 2 persons must be sitting there, and 50 persons must be nearby. That is the 2 persons were lying there. One splinter is there in that tree as well. That we can see that. That is still splinter is there. This splinter came up to there. It seems that blast has taken place at the edge. Yes. Then splinter are അങ്ങോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഉണ്ടാവും. ഇതാരുടെ പറമ്പ്? ഇത് മതിയെന്ന് പറമ്പാണ്.